നമസ്കാരം. സുദർശന അസ്ട്രോളജിയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുദർശനൻ ജ്യോത്സ്യർ കവലയൂർ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ സംഖ്യാശാസ്ത്രത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. 1 മുതൽ 8 വരെയുള്ള സംഖ്യകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഫലങ്ങളും ഒക്കെ ഞാൻ നേരത്തെ വിവരിച്ചു കഴിഞ്ഞു. അത് നമുക്ക് ആ സംഖ്യ വരുന്ന നാമാക്ഷരങ്ങൾ, അതായത് നിങ്ങളുടെ നാമങ്ങൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ ആ നാമാക്ഷരങ്ങൾക്ക് ഓരോ സംഖ്യകളുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഓരോ സംഖ്യകളുണ്ട്. ആ സംഖ്യകൾ നിങ്ങൾ എഴുതി കൂട്ടിയിട്ട് നിങ്ങൾക്ക് 9 എന്ന് വരുന്ന സംഖ്യ വരികയാണെങ്കിൽ ആ സംഖ്യയ്ക്ക് എന്താണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായിട്ട് വരുന്നതെന്നും ആ സംഖ്യ കൊണ്ട് ഭാവിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗപ്രദമെന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഇതിൽ കൂടി വിവരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രകർത്താക്കളെല്ലാം ഭാരതീയ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ഋഷീശ്വരന്മാരെ നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തുകളിൽ ഒന്നാണ്. അതായത് നമുക്ക് ഈ വേദോപനിഷത്തുകളും അതുപോലെയുള്ള മഹാഭാരതം, അതേപോലെ പിന്നെ ബ്രാഹ്മണങ്ങൾ, അങ്ങനെ എന്തെല്ലാം നമുക്ക് നമ്മുടെ മണിമുത്തുകൾ നമുക്ക് തന്നിരിക്കുന്നു ഈ ഭാരതത്തിൽ നമുക്ക് ഋഷീശ്വരന്മാർ. അങ്ങനെ ആ ഋഷീശ്വര പരമ്പരയിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഋഷീശ്വരന്മാരാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ സംഖ്യാശാസ്ത്രങ്ങളിലൊന്നാണ്. ആ സംഖ്യാശാസ്ത്രത്തെ പിടിച്ചാണ് നമുക്ക് മനുഷ്യർക്ക് എന്താണ് ആ സംഖ്യ കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗപ്രദമാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളിവിടെ നിന്നോട് ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയുടെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാല നമുക്ക് എത്രത്തോളമാണ്, ആ ഓരോ അക്ഷരത്തിന് ഏതാണ് സംഖ്യകളെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. അപ്പോൾ എ മുതൽ ABCDE വരെയുള്ള സംഖ്യകൾക്ക് ക്രമത്തിൽ 1, 2, 3, 4, 5 ഇതാണ് നമുക്ക് സംഖ്യകളായിട്ട് വരുന്നത്. അതേസമയത്ത് ഈ F എന്ന് പറയുന്നത് 8 അതിൻ്റെ സംഖ്യയായിട്ട് വരേണ്ടത്. GH ഇതെല്ലാം ഈ G വരുന്നത് 3, H 5, I 1, J 1 ഇതാണ് സംഖ്യ. K 2, L 3, M 4, N 5, O 7, P 8, Q 1, R 2, S 3, T 4, U 6, V 6, W 6, അവിടെ X 5, Y 1, Z 7 ഇങ്ങനെയാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓരോ അക്കങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി വായിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകരുതെന്ന് വിചാരിച്ചാണ് അങ്ങനെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ അക്ഷരങ്ങൾ നമുക്ക് എഴുതി കൂട്ടി നോക്കുക. ഒരു ആളുടെ പേരിങ്ങനെ എഴുതി ഇൻസ്റ്റൽ സഹിതം നമ്മൾ എഴുതി കൂട്ടിയാൽ ആ കൂട്ടി വന്നിട്ട് അക്കങ്ങൾ തമ്മിൽ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. എഴുതി കൂട്ടിയാൽ 9 എന്ന സംഖ്യ നമുക്ക് വരികയാണെന്നിരിക്കട്ടെ. 1 അത്. അപ്പോൾ ഈ 9 എന്ന സംഖ്യ അല്ലാതെ തന്നെ നമുക്ക് വരാം. എങ്ങനെയാണ്? ഈ നാമാക്ഷരങ്ങളല്ലാതെ നമ്മുടെ തീയതി, അതായത് ജനിച്ച തീയതി വെച്ചുകൊണ്ടും നമുക്ക് 27, 9, 27, 18 ഈ സംഖ്യകളൊക്കെ ആ തീയതികളിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ സംഖ്യയും നമുക്ക് 9 നമുക്ക് വരും. അപ്പോൾ ഈ 9 എന്ന് മാത്രമല്ല, ആ സംഖ്യകളെ സംബന്ധിച്ച് വേറെ ഒരു വിഷയം വരുന്നത് ആ തീയതികൾ മാത്രം 30 തീയതിക്കകത്തിലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് 9, 18, 27 ഈ സംഖ്യകളൊക്കെ വന്നാൽ ആ തീയതിയിലാണെന്നുണ്ടെങ്കിൽ അതിന് ആ സംയുക്ത സംഖ്യയെ നമുക്ക് ഒറ്റ സംഖ്യയായിട്ട് മാറ്റുക. ഒറ്റ സംഖ്യ മാറ്റുമ്പോൾ ഈ പറയുന്നതൊക്കെ 9 നമുക്ക് വരും. ഇനി 9 അതല്ലാതെ തന്നെ വരുന്നത് 36, 45, 54, 63, 72, 81, 90, 99, 108 ഒക്കെ ഈ സംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടിയാൽ, ഈ സംയുക്ത സംഖ്യയിൽ കൂട്ടിയാൽ നമുക്ക് 9 എന്ന് വരും. 9 എന്ന് പറഞ്ഞാൽ സംഖ്യകൾ ഏറ്റവും വലിയ സംഖ്യയായിട്ടാണ് പറയുന്നത്. പിന്നെ അതിൻ്റേതായ ആവർത്തനങ്ങളാണ് അടുത്ത് വരുന്ന സംഖ്യകൾ എല്ലാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ സംഖ്യ അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ സംഖ്യ കൊണ്ടുള്ളൊരു ഫലം നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു കൗതുകത്തോടു കൂടിയുള്ള ഒരു ജീവിത സൗഭാഗ്യങ്ങൾ, കൗതുകത്തോടു കൂടി തന്നെ ജീവിത സൗഭാഗ്യങ്ങൾ അവർ വന്നു ചേരാനുള്ള സാധ്യതകൾ നമുക്ക് അവർക്കുണ്ടെന്നാണ്. സ്വഗൃഹം നമുക്ക് അവരെ വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലും മത്സരങ്ങളിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഗൃഹം ഉണ്ടാകാനും ഭൂമി ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളും ഇഷ്ടപ്പെടുന്ന കലാമേഖലകളിലൊക്കെ അവർ വളരെ സന്തോഷകരമായ ഒരു ആർജവത്തോടു കൂടി സന്തോഷകരമായിട്ട് അതിനെ പരിപോഷിച്ചു കൊണ്ടുവരാനും അതിൽ കൂടി വിജയം പ്രാപ്തിയിലെത്താനും ഒക്കെ
ഈ 9 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് കഴിയും എന്നുള്ളതാണ്. എല്ലാ എതിർപ്പുകളെയുമൊക്കെ മത്സരിച്ച് എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വിശേഷിച്ച് പിന്നെ ശത്രുക്കളെ സമ്പാദിക്കുന്നതിലും ഇവർക്ക് അവരെ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ഒരുപക്ഷെ അവർ ആ ശത്രുക്കൾ ഉണ്ടാകണമെന്ന് വിചാരിച്ചില്ലെങ്കിൽ പോലും ആ ശത്രുക്കൾ അവർക്കുണ്ടാകും. ഒരുപക്ഷെ അത് അസൂയ കൊണ്ട് വന്നു ചേർന്ന് ശത്രുക്കളാകാനാണ് കൂടുതലും സാധ്യത എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ചിലപ്പോൾ അവർ വിചാരിക്കുന്ന കടവിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാനും കഴിയാതെ വരുമ്പോഴും ആ ശത്രുത വരും. എന്നിരുന്നാൽ തന്നെയും തന്നിലുള്ള ഉറച്ച നിലപാടുകളും തൻ്റേതായ ഞാൻ പഠിച്ചിരിക്കുന്നതും ഞാൻ അറിഞ്ഞിരിക്കുന്നതുമായ ആ കാര്യങ്ങളെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവർക്ക് എന്ത് നല്ലതാക്കി കൊടുക്കാൻ കഴിയുമെന്ന് പൊതുവിലൊരു ഇച്ഛാശക്തിയോടുകൂടി സമത്വ ചിന്തനയോടുകൂടി സത്വഗുണപ്രധാനായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഈ 9 എന്ന് പറയുന്ന സംഖ്യകാരൻ എന്നുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ധീരത, സ്ഥിരനിഷ്ഠ ഇതൊന്നും അദ്ദേഹത്തിന് കുറവായിരിക്കുകയില്ല. അപ്പോൾ ധീരത എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം നിന്നന്തു നീതി നിപുണ യതിവാസ്തുവന്തു എന്നാണ്. അപ്പോൾ ഒരാൾ സ്തുതിച്ചോട്ടെ അല്ലെങ്കിൽ നിന്ദിച്ചോട്ടെ, എന്നാൽ എനിക്കൊന്നുമില്ല എന്നൊരു നിലപാടിലാണ് അദ്ദേഹം. ലക്ഷ്മി സമാപിച്ചത് ഗച്ഛതുമായ യഥേഷ്ടം, ആ ധനം യഥേഷ്ടം വന്നോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ എന്നുള്ള ദൈവ മരണവസ്തു യുഗാന്തരൈവ, മരണം ഇപ്പോൾ തന്നെ ആകട്ടെ അല്ലെങ്കിൽ യുഗത്തിൻ്റെ അവസാനമായിക്കോട്ടെ എന്നാലും പ്രശ്നം. ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ന്യായാൽ പദപ്രവചലന്ത് പതന്ന ധീര എന്നാണ്. ധീരന്മാർ ഒരിക്കലും തൻ്റെ നിലപാടിൽ നിന്ന് മാറ്റി പാദത്തെ ചവിട്ടില്ല എന്ന ഉറച്ച നിലപാട് പോലെയാണ് ഈ പറയുന്നതായ 9 എന്നുള്ള സംഖ്യ. അപ്പോൾ ഈ 9 എന്നുള്ള സംഖ്യ മേടം, വൃശ്ചികൻ രാശികളുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണ് ഇതിൻ്റെ നാഥൻ. അപ്പോൾ ചൊവ്വയുടെ ഫലവും ഇതുപോലെ തന്നെയാണല്ലോ സത്വഗുണപ്രധാനമായിരിക്കുന്നതായ ഒരു അവസ്ഥാവിശേഷമാണ് ചൊവ്വയ്ക്ക് ഉള്ളതെന്നാണ്. അപ്പോൾ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനലബ്ധി കൈവരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ മാത്രമല്ല ചില സ്ഥാനമാനങ്ങളിൽ നമ്മളെ സ്ഥാനഭ്രഷ്ടനാക്കാനും നമ്മളെ അതിൽ നിന്ന് എങ്ങനെ താഴോട്ട് കൊണ്ടുവരാനും കഴിയുമെന്ന് തുനിഞ്ഞ് പരിശ്രമിക്കുന്ന ചില ശത്രുക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് ചില കഷ്ടനഷ്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായാൽ പോലും ആ സ്വന്തം മാന്യത നിലവിടാതെ സ്വന്തം മാന്യത നിലനിർത്തിക്കൊണ്ട് ചില അപവാദങ്ങൾ പോലും അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുമെങ്കിലും അദ്ദേഹം ഇതിൽ നിന്നും കൂസാതെ നിലനിന്ന് മുന്നോട്ട് പോകലാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് തന്നെയാണ് ഈ 9 എന്നുള്ള സംഖ്യയുടെ ഒരു സവിശേഷത എന്നുകൂടി നമുക്ക് പറയാം. ജീവിതകാലത്തിൽ വ്യക്തമായ ചില അടയാളപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റുള്ള രംഗങ്ങളിലേക്ക് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതുണ്ട്. മാത്രമല്ല പിന്നെ അഗ്നി, സ്ഫോടനം മുതലായിരിക്കുന്ന വിശേഷിച്ചും ഇവരെ സേനാനായകത്വമൊക്കെ വഹിക്കാനുള്ള സാധ്യതകളും, വിശേഷിച്ചും സേനാനായകൻ എന്ന് പറയുമ്പോൾ ഒരു ഫയർഫോഴ്സിലുണ്ടാകുന്ന ജോലിയാകാം, അതുമായിട്ട് ബന്ധം അതിൻ്റെ തലപ്പത്ത് വരാം, അതല്ലെന്നുണ്ടെങ്കിൽ പട്ടാളത്തിൽ മേധാവിയാകാം, പോലീസിനകത്ത് മേധാവിയാകാം, അല്ലെങ്കിൽ പോലീസിൽ നല്ല ഉദ്യോഗങ്ങൾ വഹിക്കാം. അങ്ങനെ തൻ്റേതായ കഴിവുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ പ്രവർത്തിപ്പിച്ച് താനിങ്ങനെ തന്നോട് മുന്നിൽ കൂടെ വരുന്ന എന്തൊക്കെയായാലും അതിനെയൊന്നും വഹവിക്കാതെ തട്ടിക്കളഞ്ഞുകൊണ്ട് താൻ അതിജീവിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവ ബുദ്ധി ഉള്ള വ്യക്തിയാണ് ഈ 9കാരൻ എന്ന് എടുത്തു പറയേണ്ടതായിട്ട് നമുക്കിവിടെ ഉണ്ട്. മാത്രമല്ല ജീവിത സംഭവങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില ജീവിതത്തിലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ചില വിഷയങ്ങളെ കൊണ്ട് അദ്ദേഹം ചിലതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും കൂടി ഇദ്ദേഹത്തിന് അതിൽ നിന്നുള്ള അറിവുകൾ ഇദ്ദേഹം സ്വീകരിച്ചു കൊണ്ടുപോകാനും അദ്ദേഹം സന്നദ്ധനാണ്. ഒരു നീചനായാലും ശരി, അതല്ലെങ്കിൽ കൊച്ചുകുട്ടിയായാലും ശരി, ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നതും സ്വീകരിക്കാൻ അദ്ദേഹം ആളും സാഹചര്യം നോക്കാതെ തന്നെ അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ളതുകൂടി ഈ പറയുന്ന 9 എന്നുള്ള സംഖ്യയുടെ വിശേഷമാണ്. വൻ ശത്രുക്കളെയൊക്കെ സൃഷ്ടിക്കുമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കളെയൊക്കെ സൃഷ്ടിക്കുമെങ്കിലും അതൊന്നും അദ്ദേഹം കൂസാതെ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ചില എതിർപ്പുകളെയൊക്കെ കലഹവും എതിർപ്പുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ നമുക്ക് തരണം ചെയ്യും. ഇനി ഈ വിഷയത്തെപ്പറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ തലത്തിൽ കൂടി പോകുമ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത്? ആ ചൊവ്വ ജാതകപ്രകാരം നമുക്ക് എങ്ങനെയാണ് നിൽക്കുന്നത്, യോഗകർത്താവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ യോഗകർത്താവായിരിക്കുന്ന ഫലം നമുക്ക് അനുഭവിക്കും.
വിശേഷിച്ചും രുചകയോഗ മഹാകർത്താവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേടം, വൃശ്ചികം, മകരം രാശികൾ ചൊവ്വ നിൽക്കുകയും മൗഢ്യമില്ലാതിരിക്കുകയും വിശേഷിച്ചും വക്രഗതിയിൽ നിൽക്കുകയും ആ 4, 7, 10 രാശികളിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വളരെ നല്ല അനുഭവങ്ങൾ ഇദ്ദേഹം ചൊവ്വയെ കൊണ്ട് കിട്ടും. വിശേഷിച്ചും വേറൊന്നുകൂടി പറയുന്നത്, ആ ചൊവ്വ നമുക്ക് നീചത്തിലാണെങ്കിൽ പോലും അവിടെ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുക, അത് നല്ലതാണ്. ദശമേ ഭൂമിജോ നാസ്തി എന്ന് പറയുന്നത് പോലെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിൽക്കാത്ത ജാതകം എന്തിനു കൊള്ളാമെന്ന് കൂടി ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 10ഉം 11ഉം രാശികൾ നിൽക്കുന്ന ചൊവ്വയ്ക്കും, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യോഗാർത്ഥമായിട്ട് നിൽക്കുന്ന ചൊവ്വയ്ക്ക് അവരുടെ ദശാകാലങ്ങൾ വരുമ്പോഴും നമുക്ക് വിശേഷിച്ച് മകയിരം ചിത്ര വിട്ട നക്ഷത്രത്തിലാണ് ജന്മമെങ്കിൽ ആ ജനിക്കുന്ന കാലത്ത് അന്ന് ബാല്യകാലമാണെങ്കിൽ പോലും 7 വയസ്സ് വരെ പരമാവധി ആ ദശ വരികയാണെങ്കിലും അന്ന് ബാല്യകാലത്ത് ആ ചൊവ്വ ആ വീട്ടുകാർക്കും, കുടുംബത്തിന് അച്ഛനും അമ്മ ആ 2 വീട്ടുകാർക്കുമൊക്കെ നല്ല ഫലങ്ങളെ, ആ കുടുംബത്തിൻ്റെ പുരോഗതിക്കും അദ്ദേഹം പാത്രീഭവിക്കുമെന്നുള്ളത് കൂടി ഈ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു പോകുന്നതിൽ ജാതകത്തിൻ്റെ ഗുണനിലവാരം കൂടി പരിശോധിച്ച് ഇദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ നാമാക്ഷരവും കൂടി ഇതിന് വരികയാണെന്നുള്ള നാമാക്ഷരപ്രകാരം ഈ 9 എന്നുള്ള സംഖ്യയും കൂടി വന്നു കഴിഞ്ഞാൽ ആ ജാതകം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഏത് ഉയർന്ന നിലവാരത്തിലും മുന്നോട്ട് പോകാൻ ഇദ്ദേഹത്തിന് കഴിയും. ചൊവ്വയുടെ കാരകത്വം തന്നെ പറയുന്നത് എന്താണ്? ധൈര്യം, വീര്യം, പറഞ്ഞിരിക്കുന്നത് സഹോദര, ഈ പ്രാതാപം, ഭൂമിയും, സത്വം, യുദ്ധം, ശത്രുക്കൾ, ആയുധം, രസവാസാദിയും, തീയും, മേരസന്നിഭൂമിജാലെന്നാണല്ലോ നമ്മളെ ജ്യോതിഷ ദീപമാലകാരൻ ഈ പറഞ്ഞിരിക്കുന്ന കാരകത്വങ്ങൾ. അപ്പോൾ ആ കാരകത്വം അനുസരിച്ച് തന്നെ നമുക്ക് ഭൂമിയെ സംബന്ധിച്ചായിരിക്കും ഇദ്ദേഹം ഭൂമിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി സംബന്ധമായിരിക്കുന്നോ, അല്ലെങ്കിൽ ഗ്രഹസംബന്ധമായിട്ടോ, അല്ലെങ്കിൽ നമ്മളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കൂടി ഇദ്ദേഹം ഉയർന്നു വരുന്നതിന് കാരണമാകാം. വിശേഷിച്ച് അങ്ങനെയൊക്കെ പോയിരുന്നാൽ തന്നെയും അവിടെ ശത്രുവിൻ്റെ കാര്യം പറഞ്ഞു, ആയുധത്തിൻ്റെ കാര്യം പറഞ്ഞ് ആയുധ കച്ചവടക്കാരനാകാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ആയുധം വിറ്റ് ജീവിക്കുന്ന മറ്റു തരത്തിൽ ജീവിക്കുന്നവരാകാം. ഇങ്ങനെയൊക്കെ ഈ ചൊവ്വയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് തലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള കാരണം. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ചൊവ്വ ചിന്തിക്കുന്ന സമയത്ത് ആ ചൊവ്വ നമുക്ക് ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിങ്ങനെ ഇനി ഞാൻ ഒരു കാര്യം വേറൊന്നുകൂടെ എടുത്ത് പറയാനുണ്ട്. ചൊവ്വയുടെ യോഗത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഈ ചൊവ്വ ഇനി അനിഷ്ടകാരകനായിട്ടാണ് ജാതകത്തിൽ നിൽക്കുക ആണെന്നുണ്ടെങ്കിലും ദോഷകാരകനായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ചമ്പവിഴം നമുക്ക് നല്ലവണ്ണം 2 കാരറ്റെങ്കിലും ഉള്ളത് നമുക്ക് എടുത്ത് ശരിയാക്കി പൂരിച്ച് നമ്മളെ ഇട്ടേക്കുകയും സുബ്രഹ്മണ്യ പൂജ നല്ലവണ്ണം നടത്തുകയും സുബ്രഹ്മണ്യനെ നമ്മൾ നല്ലവണ്ണം ആരാധിക്കുകയും അതൊരു ഉപാസന, നമ്മുടെ ജീവിതത്തിലൊരു ഉപാസനാമൂർത്തിയായിട്ട് തന്നെ സ്വീകരിച്ചു കൊണ്ടുപോവുകയും ചെയ്തായിരുന്നാലും ആ ചൊവ്വയുടെ ദോഷങ്ങൾ അതിൽ നിന്ന് മാറുകയും നമുക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയും ആ നക്ഷത്രം ഈ പറയുന്ന 9 എന്ന് പറയുന്ന സംഖ്യകാരകന് നല്ലതായിരിക്കും എന്നാണ് എടുത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതൊരു മേഖലയിലായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ രീതി ഇവിടെ അവലംബിച്ചുകൊള്ളുക. ഏത് മേഖലയിൽ ജീവിച്ചിരുന്നാലും 9 എന്നുള്ള സംഖ്യ പിടിച്ച് നിങ്ങളൊരു ഗൃഹനിർമ്മാണമാകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം വാങ്ങിക്കട്ടെ, നിങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിക്കട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു മുഹൂർത്തം ഇല്ലാതിരുന്നാൽ പോലും ഈ വരുന്ന ദിവസം നിങ്ങൾക്ക് ആ ശുഭകർമ്മങ്ങളിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് ഭാഗ്യൈശ്വര്യാദികൾ ലഭിക്കുമെന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊള്ളുക. ഒരുപക്ഷെ ഇനി 9 എന്നുള്ള സംഖ്യ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ മറ്റൊരു നമ്പറാണെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന സംഖ്യ 9 എടുക്കാൻ നമുക്ക് പേരിനോടുകൂടി നമുക്കെന്ത് കൈലാസ് എന്നുള്ളത് കൈലാസം എന്നാക്കിയാൽ എങ്ങനെ മാറും, അതുപോലെ തന്നെ മറ്റും നമുക്ക് നോക്കിയാൽ എങ്ങനെ പറ്റുമെന്നുള്ളത് കൂടി നമുക്കുള്ള മണി എന്നുള്ളത്, ഇപ്പോൾ മാണി എന്നുള്ളത് MA NI എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ MA 2 A ചേർത്ത് അങ്ങോട്ട് ചേർത്താൽ മാറുമെന്നുണ്ടെങ്കിൽ ആ അക്ഷരങ്ങൾ നമുക്ക് മാറ്റിയെടുത്തും ഇതുപോലെയൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ഭാഗ്യ നമ്പറിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയും. അതുപോലെ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിനും നല്ലതാണ്. ഉദ്യോഗത്തിലൊക്കെ പ്രവേശിക്കാൻ നമ്മൾ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മളുടെ ഒരാവശ്യം പ്രതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യം പ്രതി തന്നെ നമുക്കും അത് ഗുണകരമായിട്ട് വരാൻ കൂടി 9 എന്നുള്ള സംഖ്യ ഉപകരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം തന്നെ നമുക്ക് ഭാഗ്യക്കുറി എടുത്തുകൊണ്ട് തന്നെ ഈ സംഖ്യാപ്രകാരം നമ്മൾ മുന്നോട്ട് പോയിക്കൊള്ളുക. എന്നാൽ അത് ചിലപ്പോൾ കാലക്രമം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ.
ഇതെല്ലാം ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ സംഖ്യയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ 9 എന്നുള്ള സംഖ്യ ജീവിതത്തിലുടനീളം നല്ല അനുഭവങ്ങളെ ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഇടരുത്. നിങ്ങൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് വേണം. വാട്സാപ്പിൽ എൻ്റെ വിവരങ്ങളൊക്കെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിലിട്ട് അതിന് മറുപടി തരുന്നുണ്ട്. യെസ് ഓർ നോ എന്നുള്ള 2 കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് നമുക്ക് 9 എന്നുള്ള സംഖ്യയിൽ ഞാൻ തൽക്കാലം വിരമിക്കുന്നു. അപ്പോൾ സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള 9 വരെയുള്ള സംഖ്യകളെയും ഞാനിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സംഖ്യകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള നമ്പറുകളാണെങ്കിൽ മറ്റ് നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ നോക്കിയുള്ള അത് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.